ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത ഒരു പ്രത്യേക സമരത്തിന് നേതൃത്വം കൊടുത്തു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, RSP എന്ന കക്ഷികളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ജന്തർ മന്ദറിൽ സമരമനുഷ്ഠിക്കുന്ന വിദ്യാർത്ഥി നേതാക്കളെ കാണുകയാണ്. തീർച്ചയായും കഴിഞ്ഞ 2 ദിവസമായി, ഇന്നലെയും ഇന്നും പാർലമെന്റിൽ ഈ പ്രശ്നം അടിയന്തര പ്രമേയ രൂപേണ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ട് കേവലമായ പ്രതികരണം പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇന്ന് ഞങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട നമ്മുടെ ലോക്സഭാ സ്പീക്കറെ, രാഹുൽ ഗാന്ധി അടക്കം ഞങ്ങളെല്ലാവരും നേരിൽ പോയി കണ്ട് സംസാരിച്ചതാണ്. ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ 12 മണിക്ക് അവസരം നൽകാമെന്ന് സ്പീക്കർ ആ യോഗത്തിൽ ഉറപ്പു നൽകിയെങ്കിൽ പോലും 12 മണിയായപ്പോൾ അതിനുള്ള അവസരം പോലും നൽകിയിട്ടില്ല. ഈ പ്രശ്നം സഭയിൽ അവതരിപ്പിക്കാൻ പോലും അവസരം നൽകാതിരിക്കുക എന്ന് പറഞ്ഞാൽ കൊടിയ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ജനവികാരം, പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു ഐക്യദാർഢ്യ നീക്കവുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതായത് NK പ്രേമചന്ദ്രൻ MP ഉണ്ട്, മുസ്ലിം ലീഗിന്റെ അബ്ദുൽ വഹാബ് MP, അബ്ദുൽ സമദ് സമദാനി, ഒപ്പം ET മുഹമ്മദ് ബഷീർ, ഹാരിസ് ബീരൻ അടക്കമുള്ള രാജ്യസഭയിലെയും ലോക്സഭയിലെയും MPമാരുണ്ട്. മുസ്ലിം ലീഗും ഈ നിലയ്ക്ക് ഇറങ്ങുകയാണ്. മുസ്ലിം ലീഗ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. സമരം ചെയ്യുന്നവരോട് സജീവമായിട്ട് തന്നെ സമരരംഗത്ത് ഞങ്ങളുണ്ടാകും. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത്തരം വലിയൊരു പ്രശ്നം, ഈ നാടിന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഭാവിയിലെ ജനലക്ഷ്യങ്ങളായിട്ടുള്ള അവരുടെ മക്കൾ, അവരുടെ പ്രതീക്ഷ, ഇതിൽ മുഴുവൻ തകർക്കുന്ന വിധത്തിലുള്ള ഒരു സംഗതിയാണ് സംഭവിച്ചിട്ടുള്ളത്. ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയിലെന്ന പോലെ കുട്ടികൾ ആ സ്വഭാവത്തിലേക്ക് പോകേണ്ടി ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഞങ്ങൾ പറഞ്ഞു, പാർലമെൻറ്റിൽ ചർച്ച ചെയ്താൽ എന്താ കുഴപ്പം? ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പാർലമെൻറ്റിൽ സംസാരിക്കാനോ ഒരു വാക്ക് ഉന്നയിക്കാനോ പോലും തയ്യാറായിട്ടില്ല ഗവൺമെൻറ്. ആ തെറ്റായ സമീപനത്തിനെതിരായി അതോടൊപ്പം തന്നെ പടവരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി അവരുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ മുഖ്യധാരയിൽ, സമരത്തിൻ്റെ മുഖ്യധാരയിൽ സജീവമായിട്ട് പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി. സമാധാന സാഹിബ്, യുവാക്കൾക്കെതിരെയുള്ള അട്രോസിറ്റിയാണ് ഇന്നലെ കണ്ടത്. അതെ, തീർച്ചയായിട്ടും ഇത് ഇന്നലെ കണ്ടത് ഇന്ത്യയിലെ യുവജന സമൂഹത്തോടുള്ള വലിയ രീതിയിലുള്ള വളരെ ക്രൂരമായ പ്രതികരണമാണ്. ഈ പ്രശ്നം തന്നെ ഇന്ത്യയുടെ യുവാക്കളുടെ ഭാവിയെ ബാധിക്കുന്നതാണ്. ഒരു പരീക്ഷയിൽ നിന്ന് പോയി വിദ്യാർത്ഥി സമൂഹത്തെ ബാധിക്കുന്നിടത്തുനിന്ന് പോയി അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള വിപുലമായ മാനങ്ങളുണ്ട്. ഗുരുതരമായ സാഹചര്യമാണ്. ഇന്ത്യയിലെ യുവജന സമൂഹത്തിൻ്റെ ഭാവിയെ തന്നെ വളരെ ഭീഷണാത്മകമായൊരു സാഹചര്യത്തിലേക്ക് നയിക്കുകയാണ്. മുസ്ലിം ലീഗ് ഇവിടെ ബഷീർ സാഹിബ് പറഞ്ഞു, ഇവിടെ പ്രേമേന്ദ്രൻ പറഞ്ഞു, ഞങ്ങൾ ഇതിനു വേണ്ടി ഇന്നും ഞങ്ങൾ നോട്ടീസ് കൊടുത്തിരുന്നു. മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങൾ ഇന്ന് ലോക്സഭാ സ്പീക്കർക്ക് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തതാണ്. എല്ലാ വിധത്തിലും ഇത് നിയമപരമായി പാർലമെൻറ്റിനകത്ത് പരിഹരിക്കാനുള്ള സകല ശ്രമങ്ങളും പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നു. അതിനോടും വളരെ നിസ്സംഗമായിട്ട് പ്രതികരിക്കുന്നു. ഈ സമരത്തെ ആകട്ടെ വളരെ ക്രൂരമായിട്ട് അടിച്ചമർത്താൻ നോക്കുന്നു. അത് ജനാധിപത്യത്തോടുള്ള ഭരണഘടനാപരമായിട്ടുള്ള കീഴ്വഴക്കങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഒരു കാര്യം കൂടി, വിദ്യാഭ്യാസത്തിൻ്റെയും അതോടൊപ്പം തന്നെ പരീക്ഷയുടെയും ക്രെഡിബിലിറ്റി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അത് ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ വരുന്ന ഏറ്റവും വലിയ കെടുതിയാണ്. അതിൻ്റെയൊക്കെ പ്രത്യാഘാതമാണ് ഈ ഓരോ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.